രാവിലെ തന്നെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബിഗ് ബോസ് സീസൺ 6ന്റെ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടന്റെ അടുത്ത് വെച്ച് നിങ്ങൾ പറയാൻ പോകുന്ന സ്പീച്ച് എന്തായിരിക്കും. അതുപോലെ തന്നെ ലാലേട്ടന്റെ തൊട്ടപ്പുറത്ത് ഫസ്റ്റ് റണ്ണറപ്പായി നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്. അവിടെ സിജോ പറഞ്ഞ ഉത്തരം ആണ് എനിക്കൊന്ന് പറയാനായിട്ട് തോന്നിയത്. സിജോ പറഞ്ഞത് എന്തായാലും അവിടെ വിന്നർ ആവുന്നത് ഞാൻ തന്നെയായിരിക്കും. 16 ദിവസം ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്ന ഒരു മത്സരാർത്ഥിയാണ് ഞാൻ. പിന്നീട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് തിരിച്ചെത്തിയ ഒരു മത്സരാർത്ഥിയാണ്. ഇവിടെ നിന്ന് ഇത്രയും വരെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയാണ് വിജയിക്കാനുള്ള യോഗ്യതയുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുടെ അടുത്ത് നന്ദിയും കടപ്പാടും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ വിന്നർ ടൈറ്റിൽ ആവാനുള്ള യോഗ്യത എനിക്ക് മാത്രമാണെന്ന് പറയുന്ന സിജോനെ കണ്ടു അവിടെ. അതിനുശേഷം പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് റണ്ണറപ്പായി നിൽക്കുന്നത് തീർച്ചയായും ജിൻഡോ ബ്രോ ആയിരിക്കും എന്നാണ് പറയുന്നത്. ജിൻഡോ ബ്രോ നല്ലൊരു ഗെയിമറാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് മാത്രമാണ് ജിൻഡോ ബ്രോയ്ക്ക് ഞാൻ ഈ കപ്പ് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഫസ്റ്റ് റണ്ണറപ്പ് ആവാനായിട്ട് ജിൻഡോ ബ്രോയെ ഞാൻ പറയുന്നത് എന്നാണ് പറയുന്നത്. ജിൻഡോ ബ്രോയുടെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീഞ്ഞ സാധനം എടുത്തുകൊണ്ട് ടേബിളിന്റെ മുകളിൽ വെക്കും. അപ്പൊ ഈ ചീഞ്ഞ സാധനത്തിന്റെ മണെടുത്തുകൊണ്ട് എല്ലാവരും ചുറ്റിൽ കൂടും. എന്നിട്ട് ഈ ചീഞ്ഞ സാധനത്തെക്കുറിച്ച് എല്ലാവരും പറയുമ്പോൾ ഓരോരുത്തരും പറയുന്ന കാര്യവും ജിൻഡോ ബ്രോ മനസ്സിലാക്കി വെക്കും. അതിനുശേഷം ജിൻഡോ ബ്രോ ഈ ചീഞ്ഞ സാധനം എടുത്തു കളഞ്ഞതിന് ശേഷം ചുറ്റും നിന്നവർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഓർത്തോർത്ത് വെച്ച് അവർക്കിട്ടുള്ള അടി കൊടുത്തു. അതാണ് ജിൻഡോ ബ്രോ ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട് കെട്ടിമെനഞ്ഞെടുത്ത ഒരു കാര്യമാണ് ജിൻഡോ ബ്രോയുടെ ഗെയിം എന്ന് പറയുന്നത്. നുണ പറയുന്നത് ഈ ഗെയിമിൽ തെറ്റല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഞാൻ വലിയ തെറ്റായിട്ടൊന്നും പറയുന്നില്ല. അത് ഇവിടുത്തെ ഗെയിമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നുണ പറയുന്നത് എനിക്ക് എടുത്ത് പറഞ്ഞ് ഒരു കുറ്റമാക്കി പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ജിൻഡോ ബ്രോയുടെ ഈ ഗെയിമൊക്കെ കൊണ്ട് തന്നെ നന്നായി ഗെയിം കളിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നു. പിന്നെ തുടക്കത്തിൽ ബിഗ് ബോസിന്റെ അടുത്ത് ഞാൻ അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗെയിം ഒക്കെ ജിൻഡോ ബ്രോ നടത്തിയിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്തൊരു മാപ്പ് പോലും പറഞ്ഞിരുന്നില്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എന്തായാലും ജിൻഡോയുടെ ഗെയിമിനെ തരം താഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്ന സിജോയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അവിടെ ജിൻഡോ ആയിരിക്കോ സിജോ ആയിരിക്കോ വിന്നർ എന്നൊന്നും നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ജിൻഡോയുടെ ഗെയിം പുറത്തുനിന്ന് കണ്ട് നിരീക്ഷിച്ച് വന്നിട്ട് ജിൻഡോയുടെ ഗെയിമിനെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തി പറയുന്ന ഒരു സിജോയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു.